കുട്ടിമാമ, ഞാൻ നെട്ടിമാമ. മീഡിയ വണ്ണിന്റെ ഒരു ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ കാണുന്ന ഒരു ലാബിൾ നിങ്ങൾ ആരും ഇത്തരത്തിൽ ഇനി ഇന്ത്യയിൽ കർശനമായിട്ട് വിലക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ വീഡിയോസും ചെയ്തു. എന്നാൽ പിന്നെ ഞാനും ഇട്ട് കളയാം എന്നുള്ള രൂപത്തിൽ ഞാൻ ഇട്ടിരുന്നത്. പക്ഷെ ഇതിനെപ്പറ്റി സ്പഷ്ടമായിട്ട് വളരെ വൃത്തിയായിട്ട് AVS യൂട്യൂബ് ടിപ്സിന്റെ ഷെഫീക്ക് വീഡിയോസ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് നോർമലി അത്രക്കാരെ വീഡിയോസ് ഇടുമ്പോൾ അത് കോപ്പി അടിച്ചിടുന്ന മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന്റെ വീഡിയോസും കണ്ട് അദ്ദേഹം എന്തിനാണ് ഇതിന് മസാല ചേർക്കുന്നത് എനിക്കറിയില്ല. ഓക്കെ, എനിവേ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എന്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് തന്നെയാണ് വിഷയം. എന്താണ് ഈ കാണുന്ന ദിലീപിന്റെ ഒരു പിക്ചർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ആയിരിക്കണം പ്രതി എന്ന് മറ്റാരോ ആഗ്രഹിക്കുന്നത് പോലെ ഇതായിരുന്നു ഈ ദിലീപിന്റെ ഒരു ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. ദിലീപിന്റെ ഒരു കരിയറിൽ ഒരു സിനിമകൾ ഇങ്ങനെ ഫ്ലോപ്പായി ഇങ്ങനെ കൊണ്ട് വന്നിരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് ദിലീപിന് ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിലൊക്കെ പോകുന്നത്. അതിനുശേഷം ഒരു 2 വർഷം 3 വർഷത്തെ ഭയങ്കരമായ ഒരു ഇടവേള എടുക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു പുതിയ സിനിമ ഇറങ്ങുകയാണ്, രാമലീല എന്നുള്ളത്. ഈ ഒരു 3 വർഷക്കാലവും അതിന്റെ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു കേസും അതിന്റെ പുറകിലത്തെ കാര്യങ്ങളും എല്ലാം ആ കേസുമായി ബന്ധപ്പെട്ട ആ ഒരു ഇര എന്ന് പറയപ്പെടുന്ന അവരെ കുറിച്ചും ഒക്കെ ആയിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത്. ഈ സമയത്താണ് ദിലീപ് പുതിയൊരു സിനിമ വരുന്നു. ഏറ്റവും കൂടുതൽ ദിലീപിന് ദിലീപിനെ വെറുക്കുന്ന ആളുകളുള്ള ഒരു സമയമായിരുന്നു. സത്യം എന്തുമാവട്ടെ, അതല്ല ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കാര്യം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളോട് പറയുകയാണ്. ഈ സമയത്താണ് രാമലീല എന്ന സിനിമ വരുന്നത്. ഈ സിനിമയുടെ സത്യം പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഒരേ ഒരു ടാഗ് ലൈൻ ഇതായിരുന്നു, ഞാൻ ആയിരിക്കണം പ്രതി എന്ന് മറ്റാരും ആഗ്രഹിക്കുന്നത് പോലെ. ഇത്രയേ ഉള്ളൂ അതിന്റെ ടാഗ് ലൈനുകളൊക്കെ വന്നിരുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും, ഞാനടക്കമുള്ള എല്ലാവരും ഉറപ്പിച്ചു, പലരും അത് വാർത്തകളിൽ പറഞ്ഞു, ഇത് ദിലീപിന്റെ സ്റ്റോറിയുമായി, ദിലീപിന്റെ കേസുമായിട്ട്, ദിലീപിന്റെ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ്, അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ വരുന്നത് എന്നൊക്കെ പല രൂപത്തിലുള്ള റുമറുകളും പല ജനങ്ങളുടെ ഒരു ആശങ്ക ഉൾപ്പെടുത്തി അവർക്കൊക്കെ ഈ സിനിമ കാണാൻ അവരെല്ലാം പ്രേരിപ്പിച്ചു. ഈ ഒരു ആശങ്ക സത്യം പറഞ്ഞാൽ ആ സമയത്ത് ദിലീപിന് അത്രയും ഹേറ്റേഴ്സ് ഉണ്ടായിരുന്ന ഒരു സമയത്തും രാമലീല എന്ന സിനിമയ്ക്ക് ആൾക്കാർ തടിച്ചുകൂടി ഒരുവിധം എല്ലാ ഷോകളും ഹൗസ്ഫുൾ ആയിരുന്നു. ആ വമ്പൻ കളക്ഷനുമായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. പക്ഷെ ഈ സിനിമയുടെ മറ്റൊരു രഹസ്യം എന്ന് വെച്ചാൽ ആ സ്ക്രിപ്റ്റും അദ്ദേഹത്തിന്റെ ഡയറക്ഷനും അദ്ദേഹത്തിന്റെ ആ ഒരു മികവായിരുന്നു ആ സിനിമയിൽ സത്യം പറഞ്ഞാൽ കണ്ടത്. ഈ ഒരു ടാഗ് ലൈൻ പ്രതീക്ഷിച്ച്, ഈ ഒരു കഥ പ്രതീക്ഷിച്ച് എന്നവർ അവിടെ കണ്ടത് മറ്റൊന്നാണ്. അവർ ആഗ്രഹിച്ചോ അതിനേക്കാൾ 10 മടങ്ങ് ആ ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു സാധനമാണ് അവർക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ അപ്പോൾ ജനങ്ങളെല്ലാം ആ ഒരു മൈൻഡ് വിട്ടു, ദിലീപിന്റെ കഥ, ദിലീപിന്റെ സ്റ്റോറി എന്നുള്ളത്. ഈ സിനിമയിൽ അവർ ഓക്കെ ആയിരുന്നു, കാരണം എന്തോ ആഗ്രഹിച്ച് ചെന്നവർക്ക് കിട്ടിയത് മറ്റൊന്നാണ്. അങ്ങനെയാണ് ആ സിനിമയുടെ വിജയം അവിടെ ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് അത് ഈ ടാഗ് ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ടാഗ് ലൈൻ കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആ സിനിമയിൽ ഒരു ഡയലോഗാണ് അവിടെ ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരിക്കലും ജനങ്ങളെ മിസ്ലീഡിങ് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നില്ല. അവരൊരു സിനിമയിലെ ഡയലോഗുമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു മിസ്ലീഡിങ് അല്ല. ഇത്തരത്തിൽ അപ്പൊ ഇത്തരത്തിൽ ഇപ്പോൾ ഈ മീഡിയ വൺ പറയുന്നത് തെറ്റാണെന്ന് പലരും പറഞ്ഞു, ശരിയാണെന്ന് പലരും പറയുന്നു. എന്റെ അഭിപ്രായത്തിൽ മീഡിയ വൺ പറഞ്ഞത് വളരെയധികം ശരിയാണെന്നാണ് ഞാൻ പറയുകയുള്ളൂ. കാരണം പക്ഷെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ അറിവ് മീഡിയ വണ്ണിന് ഇന്നലെയോ മിനിയാന്നോ കിട്ടിയതാണ് എന്നുള്ളതാണ്. ഇത് എന്നോ യൂട്യൂബിലുള്ളവർക്ക് അറിയാം ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒന്നും കൊടുക്കരുത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ പല ചാനലുകാരും ഞാൻ പറയുന്നതും കേട്ടു, നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല, നമുക്കത് ഇത് വരില്ലേ, നമുക്ക് നോട്ടിഫിക്കേഷൻ വരില്ലേ എന്നുള്ളതൊക്കെ. ഇതൊക്കെ എന്നോ യൂട്യൂബ് നമ്മളോട് പറഞ്ഞതാണ് ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ഇനി ഇപ്പൊ ഞാനടക്കമുള്ള യൂട്യൂബേഴ്സിന്റെ എന്റെ ചാനലിൽ കാണില്ല ഉള്ളൂ, പക്ഷെ എന്നെ പോലെ ടെക് ചെയ്യുന്ന പലരുടെ ചാനലും നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞത് കുട്ടിമാമ, ഞാൻ നെട്ടിമാമ എന്നുള്ളത്. അവരിടുന്ന അത്തരത്തിലുള്ള ഹലോ ഗൈസ്, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ വഞ്ചിതരായിരിക്കുന്നു, നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നുവോ, പിന്നെന്താണ് ഗേൾസ് നമുക്ക് ചതി പറ്റിപ്പോയി, അവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ നമുക്ക് ചതി പറ്റിപ്പോയി. അതുപോലെ യൂട്യൂബ് നമ്മളെ ചതിച്ചിരിക്കുന്നു, യൂട്യൂബ് ചതിയനാണ്, യൂട്യൂബ് ദുഷ്ടനാണ്
ഇത്തരത്തിലുള്ള ഒരു ആവശ്യമില്ലാത്ത തലക്കെട്ട് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുക എന്നുള്ളത്. എന്നിട്ട് അവര് പറയുന്നത് നമുക്ക് ഇതൊന്നും ഇതായിട്ട് വരുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഇടുന്ന എല്ലാ കണ്ടന്റും മിസ്ലീഡിംഗ് ആണോ അല്ലയോ എന്നുള്ളത് ഒരു പക്ഷെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ യൂട്യൂബിന് അറിയാൻ പറ്റില്ല. അത്തരം കണ്ടന്റുകൾ വൈറൽ ആവുകയും ഈ വൈറൽ ആയിട്ടുള്ള കണ്ടന്റുകൾ പിന്നെ ജനങ്ങൾ ഉദ്ദേശിക്കാത്തതാണ്, തെറി പറയേണ്ടതാണ് എന്നൊക്കെ ജനങ്ങൾക്ക് തോന്നിയാൽ ജനങ്ങൾ റിപ്പോർട്ട് അടിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പല ചാനലുകൾ ടെർമിനേറ്റ് ആവുന്നതും പല ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുന്നതും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങളുടെ കണ്ടന്റ് ഓക്കെ ആണ്, നിങ്ങളുടെ കണ്ടന്റ് നല്ലതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്പനയിൽ ഇട്ടില്ലെങ്കിൽ അത് കയറിപ്പോ, അത് വേറെ. നിങ്ങൾ തമ്പനയിൽ ഇട്ട് ജനങ്ങളെ ആകൃഷ്ടരാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ന് കരുതി മിസ്ലീഡിങ് കണ്ടന്റ് ഈ ഒരു ഇതിനോട് എനിക്ക് യോജിപ്പില്ല. അതുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം വേണം. അതുമായിട്ട് യാതൊരു സാമ്യമില്ലാത്ത, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, എന്നെ പോലെ യൂട്യൂബിൽ ടെക്ക് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ ഇത്തരത്തിൽ ഇടുന്നത്. പിന്നെ മറ്റൊന്ന് ന്യൂസിന്റെ ആൾക്കാർ. പക്ഷെ ന്യൂസ് പറയുന്ന ഓൺലൈൻ മീഡിയാസുകളൊക്കെ അവര് ചെയ്യുന്നത് കുറച്ചൊക്കെ മാന്യത പുലർത്താറുണ്ട്. അതുമായിട്ട് എന്തെങ്കിലും ഒരു താരതമ്യമുണ്ടോ, അത് കുറച്ചും കൂടെ വലുതാക്കി പറയാ എന്നുള്ളതാണ് അവര് ചെയ്യുന്നത്. സത്യം പറഞ്ഞ അപ്പൊ മീഡിയ വൺ ഈ പറഞ്ഞ കാര്യം നമുക്ക് യൂട്യൂബിൽ റൂൾസിന്റെ അല്ലെങ്കിൽ യൂട്യൂബ് റൂൾസിൽ പെട്ടത് തന്നെയായിരുന്നു. മീഡിയ വണ്ണിന്റെ ആൾക്കാർക്ക് അത് ഇന്നലെ കിട്ടിയത് കൊണ്ടായിരിക്കാം അവര് അത് ഇന്നലെ പറഞ്ഞെന്നുള്ളൂ. ഓൾറെഡി അത് യൂട്യൂബിൽ ഉള്ള ഒരു റൂൾസ് തന്നെയാണ്. അതിനെപ്പറ്റി കറക്റ്റമായി സ്പഷ്ടമായി യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒന്നും പാടില്ല എന്നുള്ളത് അതിൽ പെട്ടതാണ് ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോ കം ടു ദ പോയിന്റ്. അപ്പൊ നിങ്ങൾ നോർമലി ഒരു 4-5 കോടിയിൽ എടുത്ത ഒരു സിനിമയെ ഒരൊറ്റ ടാഗ് ലൈൻ വലിച്ചു കൊണ്ടുപോയ ആ ഒരു എഫക്ട് അല്ലെങ്കിൽ ആ ഒരു ടാഗ് ലൈൻ തന്ന ആ ഒരു ഇതെന്ന് പറയുന്നത് ഒരുപക്ഷെ ദിലീപിന്റെ കാരിയറിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് സിനിമ എന്ന് പറയപ്പെടുന്ന രാമലീല ഉണ്ടായത് ഈ ഒറ്റ ടാഗ് ലൈനാണ്. നോക്കൂ, അപ്പൊ ആ ടാഗ് ലൈനിൽ ഒരിക്കലും മിസ്ലീഡിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇട്ടതിലും ഒരു പക്ഷെ നിങ്ങൾ മിസ്ലീഡിങ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കറക്റ്റ് പക്ക പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ക്യാപ്ഷനുകൾ നിങ്ങൾ തെരഞ്ഞെടുക്കൂ. നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്പോൾ അവിടെയും യൂട്യൂബ് പണി തന്നു, യൂട്യൂബ് അങ്ങനെ ചെയ്തു, യൂട്യൂബ് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നില്ല. നമുക്ക് നേരായ വഴിയാണ് യൂട്യൂബ് കാണിച്ചു തരുന്നത്. നിങ്ങൾ സത്യങ്ങൾ ഇടൂ എന്നുള്ളതാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തമ്പനയിൽ ഇടൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ കളവ് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ആൾക്കാരെ കൊണ്ടുവരൂ. അതിപ്പോ ചിലർ പറയുന്നുണ്ട് യൂട്യൂബിൽ നമ്മൾ പണം ഉണ്ടാക്കാനല്ല വന്നിട്ടുള്ളത്, നമുക്ക് പണം ഉണ്ടാക്കാം, എന്തെങ്കിലും ചെയ്ത് പണം വാങ്ങുന്നതല്ലല്ലോ ശരി. അതുപോലെ എന്തെങ്കിലും തമ്പനയിൽ ഇട്ടിട്ട് ജനങ്ങളെ കൊണ്ടുവരുന്നതും ശരിയല്ല. നിങ്ങൾ അതുമായി സാമ്യമുള്ള തമ്പനയിൽ എന്തെങ്കിലും രസകരമായി ആകാംക്ഷ നിറഞ്ഞ ആകാംക്ഷയുടെ മുൾമുലയിൽ നിർത്തുന്ന തമ്പനയിൽ നിങ്ങൾക്ക് ഇടാൻ കഴിഞ്ഞാൽ അവിടെയാണ് വിജയം. അങ്ങനത്തെ തമ്പനയിൽ ഒരിക്കലും യാതൊരു എഫക്റ്റും സംഭവിക്കില്ല. ഈ മീഡിയ വൺ പറഞ്ഞതിന്റെ സത്യത്തിൽ അത് എന്നോ യൂട്യൂബ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് മീഡിയ വൺ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മീഡിയ വണ്ണിന്റെ ആൾക്കാർ ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ വേഗി അറിഞ്ഞൊരു സത്യമായിരിക്കാം. അവരത് എടുത്ത് മറ്റുള്ളവർ പലതും അത് കൊണ്ടുവന്ന് പൊന്തിച്ചു വന്ന് വീഡിയോസ് ഇട്ടുന്നുള്ളതാണ്. സത്യത്തിൽ ഒരു ടാഗ് ലൈൻ്റെ അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ എന്ന് പറയുമ്പോൾ പരസ്യവാചകം എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു നമ്മൾ ഇതിൽ കൊടുക്കുന്ന ക്യാപ്ഷൻ, തമ്പനയിലിൽ കൊടുക്കുന്ന ക്യാപ്ഷൻ അത് വളരെ 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 നിർണായകം തന്നെയാണ്. കാരണം അത് ആ ഒരു ക്യാപ്ഷനാണ് നമ്മളെ വീഡിയോസിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് ആ സിനിമയുടെ പ്രസക്തി കിടക്കുന്നത്. ആ ഒരു വാചകം, ദിലീപിനെ കുറിച്ച് അങ്ങനെ ഒരു വാചകം, ഈ ഒരു ഞാനായിരിക്കണം പ്രതി എന്ന് മറ്റാരോ ആഗ്രഹിക്കുന്നത് പോലെ എന്നുള്ള ആ ഒരു ടാഗ് ലൈനാണ് നമ്മളെ തിയേറ്റർ വരെ എത്തിച്ചത്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഈ തമ്പനയിലാണ് നമ്മുടെ വീഡിയോസ് വരെ ജനങ്ങളെ എത്തിക്കുന്നത്. ഓക്കെ, അവിടെ മിസ്ലീഡിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ വരെ എത്തിക്കാൻ പറ്റും. പിന്നീട് അവിടെ കാണിച്ച അത്ഭുതങ്ങളെല്ലാം ഇവിടെ കഴിവായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ്, അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ, കൂടെ ദിലീപിന്റെ അസാധ്യമായ പ്രകടനവുമായിരുന്നു അവിടെ നമ്മൾ കണ്ടത്. ഇത് തന്നെയാണ് നമ്മുടെ വീഡിയോക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമുക്ക് നമ്മുടെ വീഡിയോ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് കാണും. നമ്മളുടെ കണ്ടന്റ് എന്താണെന്ന് അറിയുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമുക്കുണ്ടാവുക. അവർ നമ്മുടെ കണ്ടന്റ് കാണുമ്പോൾ അതിനനുസരിച്ച് അവർ കാണുന്ന ഒരു അനുപാതം അല്ലെങ്കിൽ കാണുന്ന ഒരു ഡ്യൂറേഷൻ എത്രയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും വീഡിയോസ് റെക്കമെൻഡേഷൻ പറഞ്ഞു വിടുക എന്നുള്ളതാണ്. ഇവിടെയാണ് നിങ്ങളെ പറഞ്ഞ CTR എന്ന ആ ഒരു കാര്യത്തിനുള്ള പ്രസക്തിയുള്ളത്. കാരണം നമ്മുടെ തമ്പനയിൽ കണ്ട് ക്ലിക്ക് ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ഡ്യൂറേഷൻ എത്രയാണോ അതിനനുസരിച്ച് മാത്രമാണ് റെക്കമെൻഡേഷൻ പോകുന്നത്. എത്ര ക്ലിക്കിംഗ് വന്നു, CTR എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഈ CTRന്റെ പ്രസക്തിയൊക്കെ ഇവിടെയാണ് ഉള്ളത്.
അപ്പോ ഈ മീഡിയ വൺ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മീഡിയ വൺ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, പക്ഷെ മീഡിയ വണ്ണിന് വളരെ വൈകിട്ടാണ് ഈ ഒരു ന്യൂസ് കിട്ടിയത് എന്ന് മാത്രമാണ്. ഇവിടെ നമുക്ക് മീഡിയ വണ്ണോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഞാൻ എക്സാമ്പിൾ ആയിട്ട് തരുന്നത് ഈ രാമലീല എന്ന സിനിമയും അതിന്റെ ഒരു ടാഗ് ലൈനും മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ ഇന്നലെ വന്നൊരു വിഷയമായത് കാരണം ഇത് ഇനി പലരും ചർച്ച ചെയ്യപ്പെടാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കാരണവും എന്റെ വീഡിയോസ് കുറച്ചാളെങ്കിലും കാണുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയിലുമാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ ഒന്ന് ഉണർത്തിക്കുന്നത്. ഇന്നലെ വന്ന ഒരു റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഭവം ഇപ്പൊ ഇവിടെ കാണുന്നത്. അപ്പൊ ഇന്നോ യൂട്യൂബിന്റെ റൂൾസിൽ പെട്ടതാണ് ഈ സംഭവമൊക്കെ എന്നുള്ളതാണ്. ഇതിൽ നിന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ഒരൊറ്റ കാര്യം, ഞാൻ പറഞ്ഞ ഈ രാമലീല സിനിമയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടാഗ് ലൈൻസും ഒക്കെയാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. അത് കഴിഞ്ഞും രാമലീല കഴിഞ്ഞും ഒരുപാട് ദിലീപ് പടങ്ങൾ വന്നു, ഒരുപാട് രാമലീലയേക്കാൾ ഒരു പക്ഷെ ഒരുപാട് കോമഡികളുള്ള ദിലീപിന്റെ സെയിം പാറ്റേൺ സിനിമകൾ ഒരുപാട് വന്നു. ഈ ദിലീപ് പടങ്ങൾ ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ദിലീപിനെ തുണച്ചത് ഒരേ ഒരു ടാഗ് ലൈൻ ആണ് എന്നുള്ളതാണ് ഞാൻ അവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോ ടാഗ് ലൈൻ കണ്ട് വന്നു കഴിഞ്ഞാലും നമുക്കൊരു നിരാശ നൽകരുത് എന്നുള്ളതാണ്. ഇപ്പൊ ഇതേപോലെ വമ്പൻ ടാഗ് ലൈൻ വീണ്ടും ദിലീപ് സിനിമകളിൽ ഒരുപാട് വന്നിട്ടുണ്ടായിരിക്കാം. ദിലീപിന്റെ തങ്കമണി അതുപോലെ തന്നെ ഒരു നിരന്തരമായിട്ട് ഒരുപാട് സിനിമകൾ വന്നു. ഇത്തരം ടാഗ് ലൈനിലൊക്കെ കൊടുത്തിരിക്കാം, ഇതേ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അവർ പ്രയോഗിച്ചിരിക്കാം. പക്ഷെ അത് കണ്ട് വന്നവരിൽ കുറച്ച് പേരെങ്കിലും ആ സിനിമ തിയേറ്ററിൽ അവിടെ പിടിച്ചിരുത്താൻ പറ്റാതെ പോയി എന്നുള്ളതാണ്. അതായത് കണ്ടന്റ് ക്ഷാമം അല്ലെങ്കിൽ കണ്ടന്റ് വാല്യൂ ഇല്ലാത്ത ഒരു സിനിമയായി പോയി. ഇതുകൊണ്ടായി മാത്രമാണ് മറ്റു സിനിമകൾ തുടർച്ചയായി പരാജയപ്പെട്ടത്. ഒരു വ്യക്തിയുടെ നല്ല സിനിമ ആ സമയത്ത് ദിലീപിന്റെ ഏറ്റവും മോശ സമയത്ത് വന്ന രാമലീല ഹിറ്റ് ആവുകയും, ഇപ്പോൾ ദിലീപിന്റെ ഒരു എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പിലാണ് ആൾക്കാർ നിൽക്കുന്നത്. ഇയാൾ തെറ്റുകാരനാണ്, തെറ്റുകാരനല്ല എന്നുള്ള. അപ്പോൾ കുറച്ചെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഈ സമയത്ത് സിനിമകൾ ഹിറ്റ് ആകാതിരിക്കുന്നതും. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ കണ്ടന്റ് ആണ് ഹീറോ, കണ്ടന്റ് ആണ് ഇവിടെ ഹീറോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്തരം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ വന്ന ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഈ മീഡിയ വണ്ണിന്റെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചെയ്തൊരു വീഡിയോസ് ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. ടാഗ് ലൈൻ വളരെ 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 പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതൊരിക്കലും മിസ്ലീഡിങ്ങിലേക്ക് നയിക്കുന്ന, ജനങ്ങളെ തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുന്ന ഒരു ഇതാവരുത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് എത്തിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. ഈ എത്തിക്സും കൂടെ നമ്മൾ നോക്കണം, ജനങ്ങളോട് എന്ത് പറയുന്നു എന്നുള്ളത്. ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ എന്റെ അനുഭവത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു എന്നുള്ളതല്ല എനിക്ക്. ഞാൻ തീർച്ചയായും ഞാൻ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് 3 പ്രാവശ്യം ഞാൻ ആലോചിക്കും. അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഗവേഷണം നടത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം എന്റെ പേഴ്സണലിലുള്ള കാര്യം പറയുന്നത് കുഴപ്പമില്ല, പക്ഷെ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വേദവാക്യമാക്കി എടുക്കുന്നവർ ഇനി ഉണ്ടായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ളവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒന്ന് മാത്രമാണ്, കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് പറയാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. ആരെയും എവിടെയും താഴ്ത്തി കെട്ടി സംസാരിക്കുന്നില്ല, പക്ഷെ പലരും സ്വയം താഴ്ന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ പറയേണ്ടി വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു നല്ലൊരു കിടിലമായ കണ്ടന്റുമായി വരാം. അതുവരേക്കും നിങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നു. ഷറഫ് AVS.